നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ എതിർ പാർട്ടിക്കാർ പോലീസിന്റെ ഒത്താശയോടുകൂടെ പിടിച്ചോണ്ട് പോയി. സിനിമയിലൊക്കെ ആണെങ്കിൽ നമ്മളെ ലെന വിളിക്കണ പോലെ മൈക്കിളേട്ടാ നമ്മുടെ മച്ചാനെ പിടിച്ചോണ്ട് പോയി, എങ്ങനെയെങ്കിലും രക്ഷിച്ചോണ്ട് വരണേ എന്ന് പറയാം. ഇങ്ങനെ മൈക്കിളേട്ടൻ റിയൽ ലൈഫിൽ ഉണ്ടാവണമെന്നില്ലല്ലോ, പക്ഷെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരാളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന നമുക്ക് ആർട്ടിക്കിൾ 21 പ്രകാരം റൈറ്റ് ടു ലൈഫും ആർട്ടിക്കിൾ 22 പ്രകാരം റൈറ്റ് എഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷനും തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ജീവിക്കാനുള്ള അവകാശമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആർക്കും ഇല്ലീഗലായിട്ട് പിടിച്ചു വെക്കാൻ പറ്റില്ല. അങ്ങനെ പിടിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് സുപ്രീം കോടതി പോവാം. ആർട്ടിക്കിൾ 32 പ്രകാരം റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് നമുക്കൊരു മൗലിക അവകാശമായിട്ട് തന്നെയുണ്ട്. ആർട്ടിക്കിൾ 226 പ്രകാരം നമുക്ക് ഹൈക്കോടതിയിലും പോവാം. പക്ഷേ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയിട്ട് മാത്രം കാര്യമില്ലല്ലോ. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണ്ടേ? അതിനായിട്ട് നമ്മളുടെ മൈക്കിളേട്ടൻ അജാസിനെയും ടീംസിനെ അയക്കാറില്ലേ, അതുപോലെ തന്നെ നമ്മളെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും കുറച്ച് ടീംസിനെ അയക്കും. ആ ടീംസിൻ്റെ പേരാണ് റിട്സ് എന്നുള്ളത്. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മളെ സുപ്രീം കോടതി ഈ റിട്ടുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിട്ടുകളെ കുറിച്ചാണ്. ഇത് ശരിക്കും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന ടോപ്പിക്കിൻ്റെ ഭാഗമാണ്, പക്ഷെ അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം കൂടിയാണ്. ആകെ 5 റിട്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ആയതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ മാർക്ക് നേടാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം റിട്സ് എന്താണെന്ന്. എല്ലാവർക്കും നമസ്കാരം. പ്രെപ് ടുഗദർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ടൈപ്സ് ആൻഡ് സ്കോപ്പ് ഓഫ് റിട്സ് ആണ്. ഇവിടെ റിട്സ് ആർക്കൊക്കെ പുറപ്പെടുവിക്കാൻ പറ്റും, ഈ അജാസിനെയും ടീംസിനൊക്കെ ആർക്കൊക്കെ അയക്കാൻ പറ്റും, നമുക്ക് ആദ്യം തന്നെ നോക്കാം. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്ക് ഇങ്ങനെ ടീംസിനെ അയക്കാം. ആർട്ടിക്കിൾ 32 എന്ന് പറയുമ്പോൾ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇതൊരു മൗലിക അവകാശം ആയതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി ടീംസിനെ അയച്ചേ പറ്റൂ. അവിടെ വെച്ചിട്ട് സുപ്രീം കോടതിക്ക് അയക്കണോ വേണ്ടയോ എന്നൊന്നും ചിന്തിക്കാൻ പറ്റില്ല. കാരണം എന്താ, ഇത് നമ്മളുടെ മൗലിക അവകാശമാണ്. മൗലിക അവകാശമായിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ സുപ്രീം കോടതിക്ക് ടീംസിനെ അയച്ചേ പറ്റൂ, അല്ലാതെ വേറെ തോട്ട് പ്രോസസ്സിലോട്ടൊന്നും പോകാൻ പറ്റില്ല. അതേസമയം ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിക്കും ടീംസിനെ അയക്കാൻ പറ്റും. പക്ഷെ ഹൈക്കോടതിക്ക് ടീംസിനെ അയക്കുക എന്നുള്ളത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണെന്നേ ഉള്ളൂ. ആർട്ടിക്കിൾ 226 അത് വെറൊരു ലീഗൽ റൈറ്റ് ആണ്. അതുകൊണ്ട് ഹൈക്കോടതിക്ക് വേണമെങ്കിൽ ഇങ്ങനെ വിചാരിക്കാം, അയക്കണോ അയക്കണ്ടേ, ഇത് നോക്കണോ ഇത് കേൾക്കണോ, ഇവൻ്റെ പരാതി കേൾക്കണോ എന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ സുപ്രീം കോടതിക്കോ, സുപ്രീം കോടതിക്ക് ഇതൊരു മൗലിക അവകാശം ആയതുകൊണ്ട് തന്നെ കേട്ടേ പറ്റൂ. പിന്നെ അതോടൊപ്പം തന്നെ നമ്മളുടെ പാർലമെൻറ്റിന് മറ്റ് ചില കോടതികളൊക്കെ ഇതിനായിട്ട് എംപവർ ചെയ്യാം. നിങ്ങളോ അയച്ചോ ടീംസിനെ എന്നും പറഞ്ഞിട്ട് എംപവർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതുവരെ നമ്മളെ പാർലമെൻറ്റ് അങ്ങനെ ആരെയും എംപവർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റിട്ട് ആർക്കൊക്കെയാണ് പുറപ്പെടുവിക്കാൻ പറ്റുക? ആകെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത് സുപ്രീം കോടതിക്കും അതുപോലെ തന്നെ ഹൈക്കോടതിക്കുമാണ്. പക്ഷെ സുപ്രീം കോടതിയുടെ കേസിലോട്ട് വരുമ്പോൾ ഇത് ഒരു മൗലിക അവകാശം ആയതുകൊണ്ട് തന്നെ അയച്ചേ പറ്റൂ. ഹൈക്കോടതിക്ക് എന്ന് പറയുമ്പോൾ അത് വെറും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്, ലീഗൽ മാത്രമാണ്. അതുകൊണ്ട് ഹൈക്കോടതിക്ക് ഡിസ്ക്രിഷണറി ആണ്. ഇനി ഏതൊക്കെയാണ് ആ റിട്ടുകൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഹേബിയസ് കോർപ്പസ്, പിന്നെ പ്രൊഹിബിഷൻ, പിന്നെ മാൻഡമസ്, പിന്നെ സെറിറ്റോറാരെ, പിന്നെ ക്യോ വാറൻഡോ. ഈ 5 റിട്സ് ആണ് നമുക്കുള്ളത്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. ഇതിൻ്റെ പേരൊന്നും കണ്ട് നിങ്ങൾ ഞെട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് എളുപ്പത്തിൽ ഇത് ഓർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1950 മുൻപ് ഹൈക്കോടതികളിൽ നോക്കുമ്പോൾ കൽക്കട്ട ഹൈക്കോടതിക്കും ബോംബെ ഹൈക്കോടതിക്കും മദ്രാസ് ഹൈക്കോടതിക്കും മാത്രമാണ് ഈ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ പറ്റിയിരുന്നത്. കാരണം ആ ഒരു സമയത്ത് നമ്മൾ സ്വാതന്ത്ര്യം കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. ഈ കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നൊക്കെ പറയുന്നത് മേജർ പ്രസിഡൻസീസ് ആയിരുന്നു. നമ്മൾ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലോട്ടൊക്കെ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കൽക്കട്ട, മദ്രാസ്, ബോംബെ പോലുള്ള ഹൈക്കോടതികളെ കുറിച്ച്. പക്ഷെ അതിനുശേഷം എല്ലാ ഹൈക്കോടതികൾക്കും ഈ ഒരു റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകി. ആർട്ടിക്കിൾ 226 പ്രകാരം ഈ ഒരു റിട്ടുകളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് ലോസിൽ നിന്നാണ് നമ്മൾ ബോറോ ചെയ്തത്. നമ്മളിവിടെ ഇംഗ്ലീഷുകാരായിരുന്നല്ലോ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിച്ചപ്പോൾ, നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ എങ്ങനെയാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതെന്ന് കുറിച്ച് പഠിച്ചപ്പോൾ നമ്മളുടെ ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതിയിലുള്ള അംഗങ്ങളൊക്കെ കുറേ അധികം ഭരണഘടനകളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഒരു ഭരണഘടനയെ രൂപീകരിച്ചതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറേ കാര്യങ്ങളിൽ നമ്മൾ
കുറേ അധികം ആശയങ്ങൾ ബോറോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ DPSPസിലും പല കാര്യങ്ങളിലും നമ്മൾ പല ഭരണഘടനകളിൽ നിന്നും ബോറോ ചെയ്തതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ റിട്സ് എന്നുള്ളതും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യമൊന്നുമല്ല. ഇവിടെ റിട്സ് എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷ് ലോസിൽ നിന്നാണ് നമ്മൾ കടമെടുത്തത്. ഇവിടെ ഇതിനെ പ്രൊറഗേറ്റീവ് റിട്സ് എന്നാണ് അവിടെ ഇംഗ്ലണ്ടുകാർ പറയുക. പ്രൊറഗേറ്റീവ് റിട്സ് എന്ന് പറയുമ്പോൾ നമ്മളെ രാജാവ് അധികാരം കൊടുത്തിട്ട് രാജാവിൻ്റെ അധികാരത്തിന്മേൽ കൊണ്ടുവരുന്ന റിട്സ്. ഇവിടെ ഒരു അധികാരം തന്നെയാണല്ലോ സ്ഥാപിക്കുന്നത്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഭരണഘടന നൽകിയിട്ടുള്ളൊരു അധികാരം തന്നെയാണല്ലോ നമ്മുടെ സുപ്രീം കോടതി ഇവിടെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ആയിട്ട് ചെയ്യുന്നത്. അവിടെ ഇംഗ്ലണ്ടിലും ഇതുപോലെ തന്നെ ഒരു പ്രൊറഗേറ്റീവ് റിട്ട് എന്നുള്ള രീതിയിൽ നമ്മളുടെ രാജാവിൻ്റെ അധികാരത്തിന് പുറത്ത് നൽകുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിലാണ് അവിടെ പറയാറുള്ളത്. ഇവിടെ ഒരു ഫൗണ്ടൻ ഓഫ് ജസ്റ്റിസ്, നിയമം, നീതി ഒക്കെ നടപ്പിലാക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗമല്ലേ. അതായത് അവിടെ രാജാവിൻ്റെ കീഴിലാണ് ആ ഒരു നീതി നിയമമൊക്കെ നടപ്പാകുന്നത്. ഇപ്പോഴും അവിടെ രാജാവിന് വലിയ അധികാരമൊന്നും ഇല്ലെങ്കിലും കുറേ തീരുമാനങ്ങളൊക്കെ രാജാവിൻ്റെ പേരിൽ തന്നെയാണല്ലോ നടക്കുന്നത്. അപ്പോൾ ഇതിനെ പ്രൊറഗേറ്റീവ് റിച്ച് എന്നാണ് പറയുന്നത്. പ്രൊറഗേറ്റീവ് റിച്ച് എന്ന് പറയുമ്പോൾ ഒരു അധികാരത്തിന്മേൽ ചെയ്യുന്നൊരു കാര്യം എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഹൈക്കോടതികളൊക്കെ ഇത് ഉപയോഗിക്കുന്നത് ഒരു എക്സ്ട്രാ ഓർഡിനറി റെമഡിയാണ്. അവിടെ ബ്രിട്ടനിലും അതെ ഇതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ഓർഡിനറി റെമഡി. നമ്മൾ പറഞ്ഞില്ലേ ആർട്ടിക്കിൾ 32 പ്രകാരമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി. നമുക്കിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പരിഹാരം, ഒരു റെമഡിയാണ് ഈ ഒരു റിട്ട് എന്നുള്ളത്. നമ്മൾക്ക് പരിഹാരം കാണാനായിട്ട് അയക്കുന്ന ടീംസ് ആണല്ലോ ഈ റിട്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു എക്സ്ട്രാ ഓർഡിനറി റെമഡി ആയിട്ടാണ് കാണുന്നത്. എപ്പോഴും ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കല്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ഇത് നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു റിട്ടിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഞാൻ സുപ്രീം കോടതിയുടെ റിട്ടും ഹൈക്കോടതിയുടെ റിട്ടും തമ്മിൽ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ. സുപ്രീം കോടതിയുടെ ഒരു മൗലിക അവകാശമാണ്, ഹൈക്കോടതിയുടെ വെറും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സുപ്രീം കോടതിയും ഹൈക്കോടതിയും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ആ ഒരു വ്യത്യാസങ്ങളിലോട്ട് നമ്മൾ വരുമ്പോൾ റിട്ട് പുറപ്പെടുവിക്കുന്ന കാര്യത്തിൽ നമ്മളെ സുപ്രീം കോടതിയുടെ അധികാരം കുറച്ച് നാരോവറാണ്. അതായത് നമ്മുടെ സുപ്രീം കോടതിക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ കാര്യത്തിൽ മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. വേറൊരു കാര്യത്തിലും റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ മാത്രമേ സുപ്രീം കോടതിക്ക് നമ്മളെ അജാസിനെയും ടീംസിനെ അങ്ങോട്ട് അയക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത എന്താവശ്യം വന്നാലും സുപ്രീം കോടതിക്ക് അവിടെ ടീംസിനെ അയക്കാൻ പറ്റില്ല. പക്ഷെ അതേസമയം നമ്മളെ ഹൈക്കോടതിയിലോട്ട് നമ്മൾ വരുമ്പോണ്ടല്ലോ, അവർക്ക് റിട്ട് പുറപ്പെടുവിക്കുന്ന കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. റിട്ട് പുറപ്പെടുവിക്കുന്ന കാര്യത്തിൽ അവർ കുറച്ചും കൂടെ വൈഡറാണ്. അവർക്ക് ലീഗൽ റൈറ്റ്സിൽ വരെ അവർക്ക് റിട്ട് പുറപ്പെടുവിക്കാം. അതായത് നമ്മുടെ അജാസിനെയും ടീംസിനെ അയക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. ആർട്ടിക്കിൾ 31 പ്രകാരം ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. പക്ഷെ പിന്നീട് അതിനെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാതാക്കി മാറ്റി. ഇപ്പം അത് വെറും ഒരു ലീഗൽ റൈറ്റ് ആണ്. അപ്പോൾ ലീഗൽ റൈറ്റിൽ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റുമോ? ടീംസിനെ അയക്കാൻ പറ്റുമോ? ഇല്ല. അതേസമയം ഹൈക്കോടതിക്ക് ലീഗൽ റൈറ്റിൽ വരെ റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റും. അതാണ് വ്യത്യാസം. റിട്ട് പുറപ്പെടുവിക്കുന്ന കാര്യം വെച്ച് നോക്കുമ്പോൾ സുപ്രീം കോടതിക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ മാത്രം ഇതൊരു നെഗറ്റീവ് എന്നുള്ള രീതിയിലായിരിക്കില്ല കൊടുത്തിട്ടുണ്ടാവുക. കാരണം സുപ്രീം കോടതി എല്ലാത്തിലും ഇടപെടാൻ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര അധികം പ്രശ്നമാവില്ലേ. ഹൈക്കോടതി ആകുമ്പോൾ പിന്നെയും ആ ഒരു സംസ്ഥാനത്തെ കാര്യങ്ങളല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ഹൈക്കോടതിയിൽ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഈവൻ ലീഗൽ റൈറ്റ്സിൽ വരെ അവർക്ക് റിട്ട് പുറപ്പെടുവിക്കാം, അവർക്ക് ടീംസിനെ അയക്കാം. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ കാര്യത്തിൽ വരുമ്പോൾ കുറച്ചും കൂടെ വൈഡറും നമ്മുടെ സുപ്രീം കോടതിയുടെ കാര്യത്തിൽ വരുമ്പോൾ റിട്ട് പുറപ്പെടുവിക്കുന്ന കാര്യത്തിൽ കുറച്ചും കൂടെ നാരോവറാണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ്റെ കാര്യത്തിൽ വരുമ്പോഴോ കോമൺ സെൻസ് നമുക്ക് പറയാം സുപ്രീം കോടതി കുറച്ചും കൂടെ വൈഡറാണ്. സുപ്രീം കോടതിക്ക് ഇന്ത്യ മൊത്തം റിട്ട് പുറപ്പെടുവിക്കാം അല്ലേ. ഇന്ത്യയുടെ പുറത്തുള്ള ഭാഗങ്ങളിലും ഇന്ത്യക്ക് അധികാരം, സുപ്രീം കോടതിക്ക് എന്തെങ്കിലും അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നമ്മുടെ സുപ്രീം കോടതിക്ക് ഉണ്ട്. പക്ഷെ അതേസമയം നമ്മുടെ ഹൈക്കോടതിയുടെ കാര്യത്തിലോ നാരോവറാണ്. സംസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ചില കാര്യങ്ങളിൽ മാത്രം ചിലപ്പോൾ 1-2 സംസ്ഥാനങ്ങൾക്കൊക്കെ ഒരു ഹൈക്കോടതി ഉണ്ടാവും. അപ്പോൾ അത്രയും കാര്യങ്ങൾക്ക് മാത്രമല്ലേ അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ സുപ്രീം കോടതി കുറച്ചും കൂടെ വൈഡറാണ്, കുറച്ചും കൂടെ വലിയ നേതാവാണ് നമ്മളുടെ സുപ്രീം കോടതി എന്നുള്ളത്. അതേസമയം നമ്മളെ ഹൈക്കോടതി എന്നുള്ളതോ ചെറിയ നേതാവാണ്, ചെറിയ ഒരു ടീം മാത്രം. അങ്ങനെയാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും തമ്മിൽ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ്റെ കാര്യത്തിൽ വ്യത്യാസമുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു സുപ്രീം കോടതിയുടെ കാര്യത്തിൽ ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, മൗലിക അവകാശമാണ്. ഇത് നടത്തി കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ ദേ കാൺ റെഫ്യൂസ്.
നമ്മൾ പോയി ചോദിക്കുകയാണ്, എൻ്റെ കൂട്ടുകാരനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചു തരണം എന്ന് പറയുമ്പോൾ നോക്കട്ടെ പറ്റൂന്ന് തോന്നണില്ല കേട്ടോ. നമുക്ക് ടീംസിനെ അയക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. ടീംസ് വേറെ കുറച്ച് സ്ഥലത്ത് എൻഗേജ്ഡ് ആണ്, അയക്കാൻ പറ്റുമെന്ന് തോന്നണില്ല എന്ന് പറയാനും നമ്മുടെ സുപ്രീം കോടതിക്ക് പറ്റില്ല. അതേസമയം നമ്മുടെ ഹൈക്കോടതിക്കോ ഡിസ്ക്രിഷണറി ആണ്. ടീംസ് കുറച്ച് എൻഗേജ്ഡ് ആണ്, നമുക്ക് അയക്കാൻ പറ്റില്ല. ടീംസ് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ പോകാൻ പറ്റില്ല എന്ന് നമ്മളുടെ ഹൈക്കോടതിക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഡിസ്ക്രിഷണറി ആണ്. എന്തുകൊണ്ടാ? ഇത് വെറും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 226 ഫണ്ടമെന്റൽ റൈറ്റിന്റെ പുറത്താണ്. അപ്പോൾ സുപ്രീം കോടതിക്ക് റെഫ്യൂസ് ചെയ്യാൻ പറ്റില്ല, ഹൈക്കോടതിക്ക് വേണമെങ്കിൽ റെഫ്യൂസ് ചെയ്യാം. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയായിരുന്നു? റിട്ട് പുറപ്പെടുവിക്കുന്ന കാര്യത്തിൽ സുപ്രീം കോടതി നാരോവറാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കാര്യത്തിൽ മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. അതേസമയം ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷന്റെ കാര്യത്തിൽ അവർ എന്തോരം പ്രദേശത്താണ് അവർക്ക് ഈ ഒരു റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റുകയെന്ന് നോക്കുമ്പോൾ വൈഡറാണ്. കാരണം ഇന്ത്യ മൊത്തം ഏതൊക്കെ സ്ഥലത്ത് നമ്മളെ പാർലമെന്റ് അധികാരം കൊടുത്തിട്ടുണ്ടോ, ചിലപ്പോൾ ഇന്ത്യയുടെ പുറത്തുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, സുപ്രീം കോടതിനോട് നമ്മൾ ഒരു ആവശ്യം ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് അത് നടത്തി തന്നേ പറ്റൂ. നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കാര്യത്തിലായിരിക്കണം കേട്ടോ. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കാര്യത്തിൽ നമ്മൾ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് അത് ചെയ്ത് തന്നേ പറ്റൂ. കാരണം എന്താ? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നുള്ളതും ഒരു ഫണ്ടമെന്റൽ റൈറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് ചെയ്തു തന്നേ പറ്റൂ എന്നുള്ളതല്ലേ. അതുകൊണ്ടാണ് നമ്മളുടെ സുപ്രീം കോടതിയാണ് നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഡിഫെൻഡർ ആൻഡ് ഗ്യാരണ്ടർ എന്ന് പറയുന്നത്. കാരണം ഗ്യാരണ്ടി ചെയ്യേണ്ട ആരാ? സുപ്രീം കോടതിയാണ്. കാരണം ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ ടീംസിനെ അയച്ചാൽ മതി. സുപ്രീം കോടതി പക്ഷെ ടീംസിനെ അയച്ചിരിക്കും. അതുകൊണ്ട് ഡിഫൻഡറും ഗ്യാരണ്ടറും ആരാ? നമ്മളുടെ സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഡിഫൻഡറും ഗ്യാരണ്ടറും ആണ്. അപ്പോൾ ഭീഷ്മ പർവ്വത്തിലെ മൈക്കിളേട്ടന്റെ പോലെ സുപ്രീം കോടതി അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് എന്തെങ്കിലും മൗലിക അവകാശത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതിയോട് അങ്ങോട്ട് ചെന്നാൽ മതി. സുപ്രീം കോടതി അങ്ങോട്ട് സോൾവ് ചെയ്ത് തരും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഓരോ റിട്ടുകളും എടുത്തെടുത്ത് നോക്കാൻ പോവാണ്. ആദ്യത്തേത് നമ്മളെ ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ പോലെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ കൂട്ടുകാരനെ പിടിച്ചോണ്ട് പോയി, അവന് റൈറ്റ് ടു ലൈഫ് ഉണ്ട്, റൈറ്റ് അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷനും ഉണ്ട്. അവൻ്റെ ബോഡി എവിടെ, അവനെവിടെ എന്ന് ചോദിക്കുന്ന പരിപാടിയാണ് ഈ ഹേബിയസ് കോർപ്പസ് എന്നുള്ളത്. ഈ ഒരു ലാറ്റിൻ ടേമിന്റെ അർത്ഥം നമ്മൾ നോക്കുമ്പോൾ ടു ഹാവ് ദ ബോഡി ഓഫ് എന്നാണ്. അപ്പൊ ചോദിക്കുന്നത് വേറെ ഒന്നല്ല, ആ കോർപ്പസിൽ തന്നെ ഇല്ലേ കോപ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മളുടെ ഡെഡ് ബോഡി എന്നൊക്കെ പറയില്ലേ, ഇത് ഡെഡ് ബോഡി ആയിട്ട് കൂട്ടണ്ട, ബോഡി എവിടെ എന്ന് ചോദിക്കുന്ന പരിപാടിയാണ് ഈ ഹേബിയസ് കോർപ്പസ് എന്നുള്ളത്. അപ്പൊ നമ്മളുടെ കൂട്ടുകാരനെ പിടിച്ചോണ്ട് പോയി. അപ്പൊ മൈക്കിളേട്ടൻ ചോദിക്കാണ്, എവിടെ ചെക്കനെ കൊണ്ടുപോവാ, ചെക്കനെ കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കാണിക്ക് എന്ന് പറയണ പരിപാടിയാണ് ഈ ഹേബിയസ് കോർപ്പസ് എന്നുള്ളത്. നമ്മളുടെ സുപ്രീം കോടതി പറയാണ് ടു പ്രൊഡ്യൂസ് ബോഡി. ചെക്കനെ കാണാനില്ല എന്ന് പറയുന്നുണ്ട്, ചെക്കൻ എവിടെ കൊണ്ടുവന്ന് കാണിക്ക്. പോലീസിനോട് പറയും നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിച്ചിരിക്കണം എന്ന് പറയും. അതാണ് നമ്മളുടെ ഈ ഒരു ഹേബിയസ് കോർപ്പസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ ബുൾവാർക്ക് ഓഫ് ഇൻഡിവിജ്വൽ ലിബർട്ടിയാണ്. കാരണം എന്താ? ഇൻഡിവിജ്വൽ ലിബർട്ടിയുടെ കാര്യത്തിൽ നമ്മളുടെ ആ ഒരു റൈറ്റ് ടു ലൈഫ്, ആ ഒരു ലിബർട്ടി, നമുക്ക് പുറത്തിറങ്ങി ഇങ്ങനെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ട് ചെയ്യണത് എന്താ? ഈ ഹേബിയസ് കോർപ്പസ് ആണ്. നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ് വഴി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, അത് എൻഷുർ ചെയ്യുന്നത്, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മളെ ഹേബിയസ് കോർപ്പസ് വഴിയാണ്. നമ്മൾ ആരെങ്കിലും പിടിച്ചോണ്ട് പോയാൽ അത് ആരായിക്കോട്ടെ, അവിടെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവന്നിരിക്കും നമ്മളുടെ സുപ്രീം കോടതി. എന്ത് വെച്ചിട്ട്? നമ്മളെ ഹേബിയസ് കോർപ്പസ് വെച്ചിട്ട്. സുപ്രീം കോടതി മാത്രമൊന്നുമല്ല, ഹൈക്കോടതി ഉണ്ട്. എന്തായാലും എന്നുള്ള കാര്യത്തിൽ ഒരിക്കലും റെഫ്യൂസ് ചെയ്യാതെ ടീമിനെ എന്തായാലും അയക്കുന്നത് നമ്മുടെ സുപ്രീം കോടതിയാണ്. അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ ബുൾവാർക്കാണ്. ബുൾവാർക്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇൻഡിവിജ്വൽ ലിബർട്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻഷുർ ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു ഹേബിയസ് കോർപ്പസ് ആണ്. നമ്മൾ ആരെങ്കിലും പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മൈക്കിളേട്ടനൊന്നും വിളിക്കണം, നമ്മൾ സുപ്രീം കോടതിയിൽ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ ചെന്നിട്ട് ഈ ഹേബിയസ് കോർപ്പസ് അങ്ങോട്ട് പുറപ്പെടുവിക്കാൻ പറഞ്ഞാൽ മതി. സുപ്രീം കോടതി ആണെങ്കിൽ എന്തായാലും പുറപ്പെടുവിച്ചിരിക്കും. കാരണം ഇത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്നുള്ളത് മൗലിക അവകാശമാണ്. ഇത് പബ്ലിക് അതോറിറ്റീസിന് വേണ്ടി മാത്രമല്ല, അതായത് പോലീസ് നമ്മൾ പിടിച്ചു വെച്ചാൽ മാത്രമൊന്നുമല്ല കേട്ടോ ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാൻ പറ്റുക. ഇപ്പോൾ നമ്മളൊരു പ്രൈവറ്റ് ഇൻഡിവിജ്വലാണ് പിടിച്ചുകൊണ്ട് വെച്ചിരിക്കണം. ഇപ്പോൾ ആലോചിച്ച് നോക്കും, നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ലൈൻ പിടിച്ചുകൊണ്ട് ലൈൻ്റെ ഫാമിലിക്കാർ കൂട്ടുകാരനെ പിടിച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്കിത് ഇറക്കാം. ഇത് ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ബോഡീസ് ആസ് വെൽ ആസ് ഇൻഡിവിജ്വൽസിനെതിരെ നമുക്ക് പുറപ്പെടുവിക്കാൻ പറ്റും. നമുക്കല്ല, സുപ്രീം കോടതിക്ക് പുറപ്പെടുവിക്കാൻ പറ്റും. ഇത് മാത്രമാണ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെ സുപ്രീം കോടതിക്ക് അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് പുറപ്പെടുവിക്കാൻ പറ്റിയ റിട്ട്. ബാക്കിയുള്ളതൊക്കെ ഏതെങ്കിലും പബ്ലിക് അതോറിറ്റി അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ നാഷണൽ ഹൈവേയുടെ ഒക്കെ വർക്കൊക്കെ നടത്തുന്ന ചിലപ്പോൾ പ്രൈവറ്റ് കമ്പനികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അക്കാര്യങ്ങളിൽ മാത്രമേ പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. ഇത്
ഹേബിയസ് കോർപ്പസ് മാത്രമാണ് നമുക്ക് പ്രൈവറ്റ് ഇൻഡിവിജ്വലിനെതിരെ വരെ കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ഹേബിയസ് കോർപ്പസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്താ? നമുക്കത് പ്രൈവറ്റ് ഇൻഡിവിജ്വലിനെതിരെ വരെ കൊടുക്കാം. ഒരു പ്രൈവറ്റ് വ്യക്തിക്കെതിരെ വരെ നമുക്ക് ഈ ഒരു ഹേബിയസ് കോർപ്പസ് എന്നുള്ളത് കൊടുക്കാൻ പറ്റും. പക്ഷെ ഹേബിയസ് കോർപ്പസ് ഇംപ്ലിമെൻ്റ് ആവാത്ത ചില സാഹചര്യങ്ങളുണ്ട്. നമ്മളെ ലോഫുൾ ആയിട്ടുള്ള ഒരു ഡിറ്റൻഷൻ ആണെങ്കിൽ, അതായത് നമ്മളെ നിയമപരമായിട്ട് പിടിച്ചു വെച്ചേക്കാണെങ്കിൽ എന്തും പറഞ്ഞിട്ടാണ് നമ്മൾ ഹേബിയസ് കോർപ്പസ് കൊടുക്കുക. പോലീസ് പറയാണ് ഇവൻ ഇന്ന കുറ്റം ചെയ്തു, അതുകൊണ്ടാണ് ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി അതിലൊന്നും ഇടപെടാൻ പോവില്ല. അങ്ങനത്തെ ചീള് കേസിലൊന്നും നമ്മളെ സുപ്രീം കോടതിയും ഹൈക്കോടതിയൊന്നും ഇടപെടില്ല. അപ്പോൾ ലോഫുള്ളായിട്ടാണ്, നമ്മളെ നിയമപരമായിട്ടാണ് നമ്മൾ പിടിച്ചു വെച്ചിരിക്കണമെങ്കിൽ നമുക്കിതൊന്നും ചോദിച്ചു ചെല്ലാൻ പറ്റില്ല. അതുപോലെ തന്നെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് അല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് ലെജിസ്ലേച്ചർ, നമ്മൾ കോടതിനെ കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ നിയമസഭയ്ക്കോ അല്ലെങ്കിൽ പാർലമെന്റിനെതിരെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെങ്കിലും നമുക്ക് അവിടെ കണ്ടംപ്റ്റ് പ്രൊസീജിയറാണ്. അതായത് നമ്മൾ അവരെ അപമാനിക്കാൻ ശ്രമിച്ചു, അവർക്കെതിരെ മോശമായിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചതുകൊണ്ടാണ് നമ്മൾ പിടിച്ചു വെച്ചേക്കണമെങ്കിൽ അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതും നമ്മളുടെ പാർലമെന്റിനും അതുപോലെ തന്നെ നമ്മളെ ജുഡീഷ്യറിക്കൊക്കെ അവിടെ അധികാരമുണ്ട്. അവിടെ ഇവരെയൊക്കെ പിടിച്ചു വെക്കാൻ പറയാനും മാത്രം അധികാരം അവർക്കുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ നമ്മളെ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഇടപെടില്ല, ഈ ടീംസിനൊന്നും അയക്കാൻ പോണില്ല. പിന്നെ വേറെ കാര്യത്തിലുണ്ട്, ഒരു കോടതി, ഒരു കമ്പീറ്റന്റ് ആയിട്ടുള്ള കോടതി, ഇപ്പോൾ ഹൈക്കോടതി, കേരള ഹൈക്കോടതി ഒരു ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാൻ നോക്കണ നേരത്ത് കാണുവാണ് അവനെ പിടിച്ചു വെച്ചിരിക്കുന്നത് തമിഴ്നാട് ഹൈക്കോടതി ഒക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ കമ്പീറ്റന്റ് ആയിട്ടുള്ള കോർട്ട്, ഓൾമോസ്റ്റ് സിമിലർ റാങ്കിലുള്ള കോർട്ട് അങ്ങനെ ഒരാളെ ഇംപ്രിസൺ ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇടപെടാൻ പറ്റില്ല. കാരണം കോടതി പറഞ്ഞേക്കാണ്, അല്ലാതെ വെറുതെ പിടിച്ചുകൊണ്ട് പോയതൊന്നുമല്ല. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഔട്ട്സൈഡ് ജൂറിസ്ഡിക്ഷൻ. ഇപ്പോൾ വിദേശത്തൊന്നും നമുക്ക് ചിലപ്പോൾ ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാൻ പറ്റില്ല. ഇംഗ്ലണ്ടിൽ ഒരാളെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിക്ക് പറയാൻ പറ്റുമോ ഇംഗ്ലണ്ടിൽ അവനെ പുറത്ത് കൊണ്ടുപോവാ? പറയാൻ പറ്റില്ല. കാരണം ഇംഗ്ലണ്ടുകാർ തീരുമാനിക്കും. അപ്പോൾ അവിടെയും നമ്മളെ സുപ്രീം കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സുപ്രീം കോടതിക്ക് മാത്രമല്ല ഹൈക്കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹേബിയസ് കോർപ്പസ് എന്ന റിട്ടിൻ്റെ കാര്യത്തിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് അതിൻ്റെ ലാറ്റിൻ ടേമിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ടു ഹാവ് ദ ബോഡി ഓഫ്. ഞാൻ പറഞ്ഞില്ലേ ഈ കോർപ്പസ്, കോർപ്സ്, അപ്പോൾ അതിൽ നിന്ന് ബോഡി ആ ഒരു കാര്യത്തിൽ മാത്രം ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ പ്രൊഡ്യൂസ് ദ ബോഡി, എവിടെയാണ് ബോഡി, എവിടെയാണ് ചെക്കൻ ആര് പിടിച്ചു വെച്ചിരിക്കണു എന്നാണ് നമ്മളുടെ സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ഇവിടെ ചോദിക്കുക. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പബ്ലിക് ബോഡിക്കെതിരെയും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെയും ഒരുപോലെ പുറപ്പെടുവിക്കാൻ പറ്റും. അപ്പോൾ ഒരാളാണ് നമ്മൾ പിടിച്ചു വെച്ചിരിക്കണമെങ്കിലും അവിടെ നമുക്ക് ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാൻ പറ്റും. ഇത് അതുകൊണ്ട് തന്നെ നമ്മളെ ഇൻഡിവിജ്വൽ ലിബർട്ടി കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളുടെ മൗലികാവകാശങ്ങൾ അത് പറയുമ്പോഴും അത് ഇംപ്ലിമെൻ്റ് ആവുന്നത് ഈ ഒരു ഹേബിയസ് കോർപ്പസ് വഴിയാണ്. ഇത് ആർക്കൊക്കെ എതിരെ നമുക്ക് പുറപ്പെടുവിക്കാൻ പറ്റില്ല, നമ്മളെ നിയമപരമായിട്ടാണ് പിടിച്ചുകൊണ്ട് പോയെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും നമ്മളുടെ ലെജിസ്ലേച്ചറിനെതിരെയോ കോർട്ടിനെതിരെയോ ഒരു കണ്ടംപ്റ്റ് പ്രൊസീജിയറിലാണ് നമ്മൾ പിടിച്ചുകൊണ്ട് പോയെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ കമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോടതി തന്നെയാണ് നമ്മളെ പിടിച്ചു വെക്കാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഔട്ട്സൈഡ് ജൂറിസ്ഡിക്ഷൻ ആണ്. ഇപ്പം നമ്മളെ ഹൈക്കോടതിയുടെ കാര്യത്തിലൊക്കെ പറയുമ്പോൾ സ്റ്റേറ്റിൻ്റെ പുറത്താണ്. കേരളത്തിൽ മാത്രമല്ല കേരള ഹൈക്കോടതിക്ക് എന്തെങ്കിലും പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. തമിഴ്നാട്ടിൽ ഒരുത്തനെ പിടിച്ചു വെച്ചു എന്നും പറഞ്ഞിട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതുപോലെ തന്നെ സുപ്രീം കോടതിക്ക് ഇന്ത്യയുടെ കാര്യത്തിലല്ലേ കൂടുതലും പറയാൻ പറ്റുള്ളൂ. ഇംഗ്ലണ്ടിൽ ഒരുത്തനെ പിടിച്ചു വെച്ചു എന്നും പറഞ്ഞിട്ട് അവനെ പുറത്തിറക്കണം എന്ന് പറയാൻ പറ്റുമോ? കാരണം നമുക്ക് ഒരു അതോറിറ്റി ഇല്ല അവിടെ, അത് ഇംഗ്ലണ്ടിലത്തെ കാര്യം അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാൻ പറ്റില്ല. ഇനി അടുത്തതായിട്ടുള്ളത് മാൻഡമസ്. മാൻഡമസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കേണ്ടത് നമ്മുടെ മമ്മൂട്ടി ഭീഷ്മപർവത്തിൽ പറയും ഞാനാണ്ടമാസ്, ഞാൻ തീരുമാനിക്കും ആരെന്ത് ചെയ്യണമെന്ന്. നമ്മളെ ബാസിനോട് ഒരു കഫേ തുടങ്ങാൻ പറയുമ്പോൾ മമ്മൂട്ടി പറയണില്ലേ ഞാനാണ് തീരുമാനിക്കുക, അല്ലാണ്ട് വേറെ ആരും ഇവിടെ ഒന്നും ഇടപെടാൻ വരണ്ട എന്ന് പറയില്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ വി കമാൻഡ്, ആ മാസ് എന്നുള്ള കാര്യങ്ങൾ ഓർത്താൽ മതി. ഞങ്ങൾ പറയും, ഞങ്ങൾ തീരുമാനിക്കും, സുപ്രീം കോടതി തീരുമാനിക്കും, ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തേ പറ്റൂ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും കാര്യത്തിൽ ഏതെങ്കിലും ഒഫീഷ്യൽ ഡ്യൂട്ടി ചെയ്യാണ്ട് വരികയാണ്. ഇപ്പം നമ്മളുടെ ഹൈവേയുടെ പണിയൊന്നും ഇവിടെ മര്യാദയ്ക്ക് നടക്കണില്ല, അവർ മര്യാദയ്ക്ക് ചെയ്യണില്ല. അപ്പോൾ സുപ്രീം കോടതിക്ക് ഹൈക്കോടതിക്ക് പറയാം എന്താണ്ടാ ചെയ്യാത്ത, എന്താ നീ ചെയ്യാത്ത, നീ ചെയ്യ്, എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറയാൻ പറ്റും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് ആർക്കൊക്കെ എതിരെയാണ് കൊടുക്കാൻ പറ്റുക? ഒരു പബ്ലിക് ബോഡിക്കെതിരെ. ഇപ്പോൾ പബ്ലിക് ബോഡി അവരവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് പ്രോപ്പറായിട്ട് ചെയ്യണില്ല. ഒരു കോർപ്പറേഷൻ, ഒരു ഇൻഫീരിയർ കോർട്ട്, നമ്മളുടെ സുപ്രീം കോടതിയോ ഹൈക്കോടതി എന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെയും കുറേ കോടതികളുണ്ടല്ലോ, ജില്ലാ കോടതികളും കാര്യങ്ങളും ഉണ്ടല്ലോ. പിന്നെ ട്രിബ്യൂണൽസ് ഉണ്ടാവും. ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ
അങ്ങനെ പല ട്രിബ്യൂണൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാവും, സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യണില്ല. ഇപ്പോൾ ആലോചിച്ച് നോക്ക്, കറണ്ട് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുക എന്നുള്ളത് പ്രോപ്പറായിട്ട് ചെയ്യണില്ല. അപ്പോൾ നമ്മളുടെ ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ ചോദിക്കാം, എന്താണ്ടോ താൻ കറണ്ട് കൊടുക്കാത്ത, എന്താ തൻ്റെ റെസ്പോൺസിബിലിറ്റി ഇത്, ഞങ്ങൾ പറയാണ് നീ ഇന്ന് തന്നെ കറണ്ട് കൊടുക്കണം എന്ന് പറയാൻ പറ്റും. ആ കമാൻഡ് ചെയ്യാനുള്ള പവറാണ് നമ്മളെ മാൻഡമസ് എന്നുള്ളത്. അപ്പോൾ മാൻഡമസ് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, മാസമാണ്. ഞാൻ മാസമായതുകൊണ്ട് ഞാൻ പറയുമ്പോൾ ചെയ്തേ പറ്റൂ. നിങ്ങൾ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഇവിടെ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ അത് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഈ മാൻഡമസ് എന്ന് പറഞ്ഞിട്ടുള്ള റിട്ട്. ഇത് ആർക്കൊക്കെ എതിരെ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ കണ്ടു ആർക്കൊക്കെ എതിരെ കൊടുക്കാൻ പറ്റുമെന്ന്. ആർക്കൊക്കെ എതിരെ കൊടുക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ബോഡി, അതായത് ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള ഒരു വർക്കല്ല ചെയ്യണേ, അവർ പ്രൈവറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യണത്. ഇപ്പോൾ നമ്മളുടെ കാഡ്ബറി ഡയറി മിൽക്ക് കടയിൽ വരുന്നില്ല, അപ്പോൾ കാഡ്ബറിനോട് പോയിട്ട് പറയാൻ പറ്റുമോ, നീ എന്താണ്ട ഡയറി മിൽക്ക് ഇറക്കാതെ, ഡയറി മിൽക്ക് പിള്ളേർക്ക് കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പറയാനൊന്നും നമ്മളെ സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ പറ്റില്ല. അപ്പോൾ പ്രൈവറ്റ് ഇൻഡിവിജ്വലിനോടും പ്രൈവറ്റ് ബോഡിനോടൊന്നും ഇത് പറയാൻ പറ്റില്ല. പിന്നെ ഏത് കാര്യത്തിലാണ് റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റാത്ത, ഇവിടെ ഡിപ്പാർട്ട്മെന്റൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെന്റൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അത് രണ്ട് തരത്തിലുണ്ട്. ചിലതിന് നിയമപരമായിട്ടുള്ളതായിരിക്കും, അതായത് സ്റ്റാറ്റ്യൂട്ടറി ഫോഴ്സ് ഉള്ളതായിരിക്കും. ആ സ്റ്റാറ്റ്യൂട്ടറി ഫോഴ്സ് ഉള്ളതെന്ന് പറയുമ്പോൾ പാർലമെന്റിലോ നിയമസഭയിലൊക്കെ നിയമം പാസ്സാക്കി ആ നിയമത്തിനനുസരിച്ചായിരിക്കും ആ ഒരു ഇൻസ്ട്രക്ഷൻ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടാവുക. അതേസമയം ചില കാര്യത്തിൽ ഇങ്ങനത്തെ നിയമമൊന്നും വെച്ചിട്ടൊന്നും ആയിരിക്കില്ല, വെറുതെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന പറയുക മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും നിയമത്തിനനുസരിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ. കമാൻഡൊക്കെ സമ്മതിച്ചു, മാസമാണെന്നൊക്കെ സമ്മതിച്ചു, പക്ഷെ നിയമം വെച്ചുകൊണ്ട് മാത്രമേ സുപ്രീം കോടതിയും ഹൈക്കോടതിയൊക്കെ മാസമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഫോഴ്സ് ഇല്ലെങ്കിൽ, അതായത് ഒരു ലീഗൽ ബാക്കിംഗ് ഇല്ലെങ്കിൽ സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഏതൊരു കാര്യത്തിലാണ്, ഡിസ്ക്രിഷണറി ഡ്യൂട്ടി ആണെങ്കിൽ, ഡിസ്ക്രിഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഇഷ്ടപ്രകാരം വേണമെങ്കിൽ ചെയ്താൽ മതി എന്നുള്ളൊരു ഡ്യൂട്ടിയാണ്. ഇപ്പോൾ റോഡ് മെയിൻറ്റെയിൻ ചെയ്യണം, അപ്പോൾ അത് ഇപ്പോൾ നിയമപ്രകാരം കൊടുത്തിരിക്കുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ ഇഷ്ടപ്രകാരം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ നിയമത്തിൽ തന്നെ എഴുതി കൊടുക്കുകയാണെങ്കിൽ അത് ഇഷ്ടപ്രകാരമാണ്. അവിടെ നമുക്കൊരു കമാൻഡും ചെയ്യാൻ പറ്റില്ല, അവരുടെ ഇഷ്ടം, ആ ഒരു അതോറിറ്റിയുടെ ഇഷ്ടപ്രകാരം ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഡിസ്ക്രിഷണറി ഡ്യൂട്ടി ആണെങ്കിലും സുപ്രീം കോടതിയും ഹൈക്കോടതിയും അവിടെ റിട്ടൊന്നും പുറപ്പെടുവിക്കാൻ പോണില്ല. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ. ഒരു കോൺട്രാക്ട് പ്രകാരമാണ്, ഒരു കോൺട്രാക്ട് എഴുതിയിട്ടുണ്ട്, ആ കോൺട്രാക്ട് നടപ്പിലാക്കാൻ നമ്മളോടൊന്നും പറയരുത്. നിങ്ങൾ കോൺട്രാക്ട് അല്ലേ, ആ കോൺട്രാക്റ്റിന് വേറെ രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് നോക്കുക. ഈ മാൻഡമസ് ഒന്നും അതിന് വേണ്ടിയിട്ട് ഇറക്കാൻ പോണില്ല. പിന്നെ എഗെയിൻസ്റ്റ് പ്രസിഡന്റ് ഓർ ഗവർണർ, ആലോചിച്ച് നോക്കിയേ, സുപ്രീം കോടതി എന്നിട്ട് പ്രസിഡന്റിനോട് പറയാണ്, പ്രസിഡന്റ് താൻ എന്താണ് ഈ പരിപാടി ചെയ്യാത്തതെന്നൊന്നും പറയാനൊന്നും പറ്റില്ല, അവിടെ നമുക്ക് പറ്റില്ല. അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസുമാരോടും ആജ്ഞാപിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ മാസമൊക്കെയാണ്, വലിയ പുള്ളിയൊക്കെയാണ്, പക്ഷേ ചില കാര്യങ്ങളിൽ ആ മാസം കാണിക്കാൻ പറ്റില്ല. അത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓർ ബോഡി, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ ഇൻസ്ട്രക്ഷൻ വിത്തൗട്ട് സ്റ്റാറ്റ്യൂട്ടറി ഫോഴ്സ്, പിന്നെ ഡിസ്ക്രിഷണറി ഡ്യൂട്ടി, താല്പര്യപ്രകാരം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ, ഇവിടെയൊക്കെ റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റില്ല എന്നുണ്ട് പ്രത്യേകം പറയണേ. പിന്നെ എഗെയിൻസ്റ്റ് പ്രസിഡന്റ് ഓർ ഗവർണർ, പിന്നെ നമ്മളുടെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെതിരെ. അപ്പോൾ പ്രൈവറ്റ് ഇൻഡിവിജ്വലിനെതിരെ ഇവിടെ പുറപ്പെടുവിക്കാൻ പറ്റില്ല നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞു. പക്ഷെ പ്രൈവറ്റ് ഇൻഡിവിജ്വലിനെതിരെ പുറപ്പെടുവിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ടായിരുന്നു, അതെന്തായിരുന്നു, ഹേബിയസ് കോർപ്പസ്. അതുകൊണ്ട് അതെന്തായാലും ഓർത്ത് വെക്കണം. ഇനി അടുത്തതായിട്ട് വരുന്ന നമ്മളുടെ റിട്ട് എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ ആ വാക്കി തന്നെ ഉണ്ടല്ലോ, ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ ചെയ്യല്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം. ടു ഫോർബിഡ് ചെയ്യല്ലേ, പാടില്ല, ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം എടുത്ത് പറയാണ് സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ഈ ഒരു റിട്ടിലൂടെ. ഇത് ഏതൊക്കെ സമയമാണ്, ബൈ ഹയർ കോടതി ആണല്ലോ, അല്ലാതെ ഹൈക്കോടതിക്ക് സുപ്രീം കോടതിയോട് പറയാൻ പറ്റില്ലല്ലോ. സുപ്രീം കോടതി താൻ ഇങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഹയർ കോർട്ടിന് താഴെയുള്ള കോടതിയോടോ ട്രിബ്യൂണലിനോടോ ഇതിനെപ്പറ്റി പറയാൻ പറ്റും. ടു പ്രിവെൻറ്റ് ഫ്രം എക്സീഡിങ് ജൂറിസ്ഡിക്ഷൻ. ഇപ്പോൾ നമ്മുടെ കേരള ഹൈക്കോടതി തമിഴ്നാട്ടിലത്തെ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പോവാണ്. അപ്പോൾ പറയാണ് തമിഴ്നാട് അവരുടെ ഒരു ജൂറിസ്ഡിക്ഷൻ്റെ ഭാഗമല്ലാത്ത, കാരണം കേരള ഹൈക്കോടതിയുടെ ആ ഒരു ജൂറിസ്ഡിക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ തമിഴ്നാട് ഹൈക്കോടതിയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ സുപ്രീം കോടതി പറയും, നിന്ന് താൻ എന്ത് അധികാരത്തിലാണ് ഇത് ചെയ്യണേ, നിർത്ത്, ഫോർബിഡ്, ഞാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടില്ല എന്നാണ്. അതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത്, പ്രിവെൻറ്റീവ്, ചെയ്യരുത് എന്നല്ല പറയണേ. അപ്പോൾ ഇതെന്താ പ്രൊമോട്ട് ചെയ്യണേ, ഇനാക്ടിവിറ്റി, ചെയ്യാൻ പോയൊരു കർമ്മം ചെയ്യല്ലേ എന്നാണ് പറയണത്. ആ ഒരു ഇനാക്ടിവിറ്റിയാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ ഷൈൻ ടോൺ ചാക്കോ നമ്മളുടെ ഭീഷ്മപർവ്വത്തിലുണ്ട്. അപ്പോൾ ഷൈൻ ടോൺ ചാക്കോ അത്യാവശ്യം താന്തോന്നിയാണ്. എന്തെങ്കിലും താന്തോന്നിത്തരം ചെയ്യാൻ പോകുമ്പോൾ നമ്മളുടെ
മൈക്കിളേട്ടൻ പറയില്ലേ നീ ഇത് ചെയ്യാൻ പാടില്ല കേട്ടോ എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മളുടെ ഹയർ കോടതികൾ താഴെയുള്ള കോടതികളോട് പറയണത്. നീ അവിടെ 5 സ്റ്റാർ കഴിക്കൂ, ഡൂ നത്തിങ് എന്ന് പറയില്ലേ, അതുമാതിരി നീ അവിടെ വെറുതെ കുത്തിയിരുന്നോ, നിനക്ക് കാശൊക്കെ ഞാൻ തരാം, പക്ഷെ ഇത് നീ ചെയ്യരുത്. ഇനാക്ടിവിറ്റി ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. പ്രിവെൻറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്, ഇനാക്ടിവിറ്റി ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം ഇത് കഴിഞ്ഞിട്ട് റിട്ടും കൂടെ വരും, അവിടെ നമ്മൾ ആ ഡിഫറൻസ് കാണും. അപ്പോൾ ഇവിടെ ആർക്കൊക്കെ എതിരെ ഇത് ചെയ്യാൻ പറ്റും? ജുഡീഷ്യൽ ആൻഡ് ക്വാസി ജുഡീഷ്യൽ അതോറിറ്റീസിനെതിരെ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും താഴെ എന്ന് പറയുമ്പോൾ ഇവരൊക്കെ മാത്രമല്ലേ വരുന്നുള്ളൂ. ജുഡീഷ്യൽ ബോഡീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിസ്ട്രിക്ട് കോർട്ടൊക്കെ പോലെ, അതുപോലെ തന്നെ ക്വാസി ജുഡീഷ്യൽ അതോറിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രിബ്യൂണലുകളില്ലേ, ട്രിബ്യൂണലുകളൊക്കെയാണ് ഈ ക്വാസി ജുഡീഷ്യൽ എന്നൊക്കെ പറയണത്. അപ്പോൾ കോടതി പോലെയുള്ള സ്ട്രക്ചേഴ്സ്. പിന്നെ ഇത് ആർക്കൊക്കെ എതിരെ കൊടുക്കാൻ പറ്റില്ല? അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ്. ഇപ്പോൾ ഭരിക്കുന്ന ആൾക്കാർക്കെതിരെ ഒന്നും ഇത് കൊടുക്കാൻ പറ്റില്ല. നീ ഇത് ചെയ്യല്ലേ എന്നൊന്നും പറയാനൊന്നും പറ്റില്ല. കാരണം ആ ഒരു അതോറിറ്റി വേറൊരു സെഗ്മെന്റിലാണ് വരുന്നത്. ലെജിസ്ലേറ്റീവ് ബോഡീസ്, നിയമം പാസ്സാക്കാൻ പോകണം, നമ്മളെ പാർലമെന്റ് അല്ലെങ്കിൽ നിയമസഭയൊക്കെ, ആ സമയത്ത് ചെയ്യല്ലേ എന്നൊന്നും പറയാൻ പറ്റില്ല. റിട്ട് വഴി, അതായത് റിട്ട് എന്ന് പറയുന്നത് ഏത് റിട്ടാണ്? പ്രൊഹിബിഷൻ വഴി ഇത് പറയാൻ പറ്റില്ല. പിന്നെ പ്രൈവറ്റ് ബോഡീസിനെതിരെ ഇത് കൊടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഹേബിയസ് കോർപ്പസ് നമുക്ക് പ്രൈവറ്റ് ബോഡീസിനെതിരെ കൊടുക്കാം. നമ്മൾ അതിനുശേഷം കണ്ട മാൻഡമസ് ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് കണ്ട നമ്മളുടെ പ്രൊഹിബിഷൻ ആയിക്കോട്ടെ, നമുക്കത് പ്രൈവറ്റ് ബോഡീസിനെതിരെ കൊടുക്കാൻ പറ്റില്ല. അപ്പം ഇത്രയാണ് നമുക്ക് പ്രൊഹിബിഷനിൽ പറഞ്ഞാൽ എന്താ ചെയ്യണേ? പാടില്ല എന്ന് പറയാണ്. എപ്പോഴാണ്? നമ്മളുടെ ജൂറിസ്ഡിക്ഷൻ അങ്ങോട്ട് അതിക്രമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെന്താ, കേരള ഹൈക്കോടതി ആണെങ്കിൽ തമിഴ്നാട് ഹൈക്കോടതിയുടെ കീഴിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ UP ഹൈക്കോടതിയുടെ കീഴിലുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പോകുമ്പോൾ നമ്മളുടെ സുപ്രീം കോടതി പറയും പാടില്ല. ഇത് ചിലപ്പോൾ ഹൈക്കോടതി ഡിസ്ട്രിക്ട് കോർട്സിനോടായിരിക്കട്ടെ പറയണേ. അപ്പോൾ പാടില്ല എന്ന് പറയുന്ന കാര്യമാണ്, ഇനാക്ടിവിറ്റിയാണ് പ്രൊമോട്ട് ചെയ്യണത്. പക്ഷെ ഇതൊന്നും പ്രൈവറ്റ് ബോഡീസിനെതിരെയോ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസിനെതിരെയോ ലെജിസ്ലേറ്റീവ് ബോഡീസിനെതിരെയോ കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് 3 പില്ലേഴ്സാണ് നമുക്കുള്ളത്. ലെജിസ്ലേച്ചർ ഉണ്ട്, നമുക്ക് അഡ്മിനിസ്ട്രേഷൻ അഥവാ എക്സിക്യൂട്ടീവ് ഉണ്ട്, നമുക്ക് നമ്മുടെ ജുഡീഷ്യറി ഉണ്ട്. അപ്പോൾ ജുഡീഷ്യറിയുടെ കീഴിൽ വരുന്ന കാര്യങ്ങളിൽ മാത്രമേ ഈ ഒരു പ്രൊഹിബിഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അഡ്മിനിസ്ട്രേറ്റീവ് വേറെയാണ്, ലെജിസ്ലേറ്റീവ് വേറെയാണ്. അവരുടെ കാര്യത്തിലൊന്നും കൊണ്ടുപോയിട്ട് പ്രൊഹിബിഷൻ കൊടുക്കാൻ പറ്റില്ല. അടുത്തതായിട്ട് വരുന്ന റിട്ടിന്റെ പേരാണ് സെർച്യോറായി. ഇവിടെ ടു ബി സർട്ടിഫൈഡ് ഓർ ടു ബി ഇൻഫോംഡ് എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ടു ബി സർട്ടിഫൈഡ്, ടു ബി ഇൻഫോംഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളറിയാണ്ട്, നമ്മുടെ ഹയർ കോർട്സ് അറിയാണ്ട് എന്തോ നടത്താൻ ആരോ ശ്രമിച്ചു. നമ്മളെ ഷൈൻ ടോൺ ചാക്കോ താന്തോന്നത്തിനെ കാണിക്കണ പോലെ മമ്മൂട്ടി നമ്മളെ മൈക്കിളേട്ടനെ അറിയാണ്ട് എന്തോ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ മുൻപത്തെ പോലെ പ്രൊഹിബിറ്റ് ചെയ്യല്ല, പാടില്ല എന്ന് പറയല്ല, മോനത് ചെയ്യണ്ട, നമ്മൾ ചെയ്തോളാം, നമുക്കറിയാം കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത്. ഇവിടെ ട്രാൻസ്ഫർ കേസ്, ഒന്നല്ലെങ്കിൽ കേസ് എനിക്ക് ട്രാൻസ്ഫർ ചെയ്താൽ ഞാൻ നോക്കിക്കോളാം ഇനിയുള്ള കാര്യങ്ങൾ. നീ ഇനി എങ്ങാനും അവിടെ ഓർഡർ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ക്വാഷ് ചെയ്തോ, അതായത് അത് ക്യാൻസൽ ചെയ്തോ, നിനക്ക് അവിടെ അധികാരമില്ല എന്ന് നിനക്കറിയാലോ, പിന്നെ ആരോട് ചോദിച്ചിട്ട് നീ അവിടെ കാര്യങ്ങൾ ചെയ്തേ എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെ സമയത്ത് വരുന്നത്? എക്സസ് ഓഫ് ജൂറിസ്ഡിക്ഷൻ, എൻ്റെ അധികാരത്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ എനിക്കില്ലാത്ത അധികാരം ഉപയോഗിക്കാൻ ശ്രമിച്ച്, ലാക്ക് ഓഫ് ജൂറിസ്ഡിക്ഷൻ, അല്ലെങ്കിൽ എറർ ഓഫ് ലോ, നിയമം തെറ്റിച്ചുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്താ കാണിച്ചുകൊണ്ടിരിക്കണേ, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ആ കേസ് എനിക്കിതാ, ഞാൻ ചെയ്തോളാം, എനിക്കറിയാം ഇതെങ്ങനെ ചെയ്യേണ്ടത്, എങ്ങനെ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എനിക്കറിയാം, നിങ്ങളെയും കൊണ്ടൊന്നും ഇത് ഡീൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന പരിപാടിയാണ് ഈ റിട്ട് എന്നുള്ളത്. ഈ റിട്ട് മറ്റേ പ്രൊഹിബിഷൻ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഇത് ക്യൂറേറ്റീവ് ആണ്, അതായത് ഒരു പ്രശ്നം പരിഹരിക്കുകയാണ് അല്ലേ. പ്രൊഹിബിഷനിൽ എന്താ ചെയ്യണേ? പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ സംഭവം കൊണ്ട് ക്യാൻസൽ ഔട്ട് ചെയ്ത് വേണ്ട എന്ന് പറഞ്ഞ അങ്ങോട്ട് മാറ്റി നിർത്താണ്. ഷൈൻ ടോൺ ചാക്കോ ഇപ്പം എന്തെങ്കിലും തുടങ്ങാൻ പോയിരുന്നെങ്കിൽ നീ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുവാണ്. അതേസമയം ഇവിടേക്ക് വരുമ്പോഴോ ക്യൂറേറ്റീവ് ആണ്. ക്യൂറേറ്റീവ് എന്ന് പറയുമ്പോൾ നീ ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം, അപ്പോൾ വർക്ക് സ്റ്റിൽ നടക്കുന്നുണ്ട് അല്ലേ. ആദ്യത്തേൽ പ്രൊഹിബിഷനാണ്, വേണ്ട, ഫോർബിഡ് ചെയ്യാണ്, നീ ചെയ്യണ്ട, ആരും ചെയ്യണ്ട എന്നുള്ള രീതിയിലാണെന്ന് വരുന്നത്. സെർട്ടിയറിലോട്ട് വരുമ്പോൾ അത് ക്യൂറേറ്റീവ് ആണ്, നീ ചെയ്യണ്ട, നമ്മുടെ കയ്യിലേക്ക് തന്നേക്ക്, നമ്മൾ നോക്കിക്കോളാം എന്നുള്ള രീതിയിലാണ് വരുന്നത്. പിന്നെ ഇത് ആദ്യമൊക്കെ നമ്മളെ പ്രൊഹിബിഷൻ പോലെ തന്നെ ജുഡീഷ്യൽ അതോറിറ്റീസിനെതിരെയും ക്വാസി ജുഡീഷ്യൽ അതോറിറ്റീസിനെതിരെയും ഒക്കെ മാത്രമേ പുറപ്പെടുവിക്കാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. പക്ഷേ 1991 നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞു ഇത് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസിൻ്റെ എതിരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ ഹനിക്കുന്നുണ്ടെങ്കിൽ, ഇൻഡിവിജ്വൽ റൈറ്റ്സിന് എന്തെങ്കിലും പ്രശ്നം വരുത്തുന്നുണ്ടെങ്കിൽ നമുക്കിത് ഈവൻ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസിനെതിരെയും കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊഹിബിഷൻ എന്നുള്ളത് ജുഡീഷ്യൽ ക്വാസി ജുഡീഷ്യലിലോട്ട് മാത്രം ഒതുങ്ങി നിന്നെങ്കിൽ 1991 ശേഷം നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞു ഇത് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസിനെതിരെ നമുക്ക് കൊണ്ടുവരാമെന്ന്. പക്ഷേ ഇപ്പോഴും എപ്പോഴും ലെജിസ്ലേറ്റീവ്
ആയിട്ടുള്ള അതോറിറ്റീസിനെതിരെയും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെയും നമുക്കിത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് എവിടെ മാത്രം നമുക്ക് കൊണ്ടുവരാൻ പറ്റുക? ഹേബിയസ് കോർപ്പസിൽ മാത്രം നമുക്ക് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെ നമുക്ക് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുക. ഇവിടെ അതെ, നമ്മൾ ഇതിനു മുൻപ് നോക്കിയ പ്രൊഹിബിഷനിലും അതെ, മാൻഡമസിലും അതെ, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു റിട്ടിൽ എന്തൊക്കെയാണ് കണ്ടത്? ടു ബി സർട്ടിഫൈഡ്, ടു ബി ഇൻഫോംഡ് എന്നൊക്കെയാണ് അർത്ഥമായിട്ട് വരുന്നത്. ഇവിടെ എന്തുണ്ടാവുക? നമ്മളെ ഹൈക്കോടതി സുപ്രീം കോടതി അറിയാണ്ട് എന്തോ നടക്കാൻ ശ്രമിച്ചു. അത് ലാക്ക് ഓഫ് ജൂറിസ്ഡിക്ഷൻ ആയിരിക്കാം, എക്സസ് ഓഫ് ജൂറിസ്ഡിക്ഷൻ ആയിരിക്കാം, എറർ ഓഫ് ലോ ആയിരിക്കാം. ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു അധികാര പരിധിയിലുള്ള പ്രദേശം. ഇപ്പം നമ്മളെ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള പ്രദേശം എന്നൊക്കെ പറയില്ലേ, അതുമാതിരി. അപ്പോൾ ആ ഒരു കാര്യത്തിൽ സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി പറയും, നീ ചെയ്യണ്ട, എനിക്ക് ട്രാൻസ്ഫർ ചെയ്യും, ഞാൻ ചെയ്തോളാം, എനിക്കറിയാം എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അതാണ് നമ്മളുടെ ഈ ഒരു റിട്ടിൽ വരുന്നത്. ഇത് അതുകൊണ്ട് തന്നെ ക്യൂറേറ്റീവ് ആണ്. പ്രൊഹിബിഷൻ പോലെ പ്രിവെൻറ്റീവ് അല്ല. നീ ചെയ്യണ്ട എന്ന് പറയല്ല, നീ ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ജുഡീഷ്യൽ ആൻഡ് ക്വാസി ജുഡീഷ്യൽ അതോറിറ്റീസിൻ്റെ മേലും മാത്രമല്ല, അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസിൻ്റെ മേലും ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ ഹനിക്കുകയാണെങ്കിൽ നമുക്ക് പുറപ്പെടുവിക്കാൻ പറ്റും. അടുത്തതായിട്ടുള്ള റിട്ടിൻ്റെ പേരാണ് ക്യോ വാറന്റോ. ഇവിടെ വേർഡ് മീനിങ് ആയിട്ട് വരുന്നത് ബൈ വാട്ട് അതോറിറ്റി ഓർ വാറന്റ്. ആരോട് ചോദിച്ചിട്ട് നീ ഇവിടെ വന്നിരിക്കണേ? ആരാ നിനക്ക് അധികാരം തന്നെ? ഈ ഒരു ഗവൺമെന്റ് ബോഡിയിൽ ഇത്രയും വലിയൊരു സ്ഥാനത്തിരിക്കാൻ എന്തധികാരത്തിൽ ആരോട് ചോദിച്ചിട്ടാണ് നിനക്ക് ഇരിക്കാൻ പറ്റണേ എന്ന് ചോദിക്കണ പരിപാടിയാണിത്. ഈ ഒരു റിട്ടിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഈ ഒരു കാര്യം ഓർത്താൽ മതി. നമ്മളുടെ മൈക്കിളേട്ടൻ പറയില്ലേ ഭീഷ്മപർവത്തിലെ, ഹിന്ദിക്കാരാ ജാവോ എന്ന് പറയണം, ജാവോ. അപ്പോൾ ഇതുമാതിരി തന്നെ ഇറങ്ങിപ്പോടാ എന്ന് പറയുന്ന പരിപാടിയാണ് ഈ ക്യോ വാറന്റോ. ഇപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ ഇപ്പോൾ പബ്ലിക് ഓഫീസ് ആരെങ്കിലും കൈയടക്കി വെച്ചേക്കാണ്, ഇപ്പോൾ നിയമപരമല്ലാതെ ഇവിടെ എന്താണ് ചെക്ക് ചെയ്യുക? ലീഗാലിറ്റി ഓഫ് ക്ലെയിം ഓഫ് പേഴ്സൺ ടു എ പബ്ലിക് ഓഫീസ്. ഇവൻ നിയമപരമായിട്ടാണോ ഈ ഒരു പബ്ലിക് ഓഫീസിൽ ഈ വലിയൊരു അധികാരത്തിൻ്റെതായിട്ടുള്ള പൊസിഷനിൽ വന്നിരിക്കണേ? അത് ചെക്ക് ചെയ്യണ ഒരു പരിപാടിയാണ് ഈ ക്യോ വാറന്റോ. ഇവിടെ ചെക്ക് ചെയ്തിട്ട് അവൻ ഇല്ലീഗലായിട്ടാണ് കയറിയിരിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കോടതി പറയും, നമ്മളുടെ മൈക്കിളേട്ടൻ പറയണ പോലെ ജാവോ ഇറങ്ങിപ്പോടാന്ന് പറയുന്ന പരിപാടിയാണിത്. അപ്പോൾ പ്രിവെൻസ് ഇല്ലീഗൽ അസർപ്പേഷൻ ഓഫ് പബ്ലിക് ഓഫീസ്. നിയമപരമല്ലാതെ ഒരു യോഗ്യതയും ഇല്ലാത്തവൻ കയറി പബ്ലിക് ഓഫീസിൽ വലിയ സ്ഥാനത്തിരിക്കണതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യോ വാറന്റോ എന്നുള്ള സെറ്റപ്പ് ഉള്ളത്. ഇവിടെ ആർക്കൊക്കെ എതിരെയാണ് ഈ ക്യോ വാറന്റോ കൊണ്ടുവരാൻ പറ്റുക? സബ്സ്റ്റാൻറ്റീവ് പബ്ലിക് ഓഫീസ്, അത്രയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു പബ്ലിക് ഓഫീസ് ആയിരിക്കണം, ഒരു പെർമനന്റ് നേച്ചറുള്ളതായിരിക്കണം, അല്ലാതെ കോൺട്രാക്ട് ബേസിസിലുള്ള നിയമനങ്ങളുടെ കാര്യമല്ല. ക്രിയേറ്റഡ് ബൈ സ്റ്റാറ്റ്യൂട്ട്, നിയമപ്രകാരം നമ്മളെ നിയമസഭയിലോ പാർലമെന്റിലോ നിയമം പാസ്സാക്കി കൊണ്ടുവന്ന പൊസിഷൻസ് ആയിരിക്കണം. പക്ഷെ എവിടെയൊക്കെ നമുക്കിത് കൊണ്ടുവരാൻ പറ്റില്ല? നമ്മളുടെ മിനിസ്ട്രിയിൽ തന്നെ ഈ PA കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അവിടെ ഒന്നും ഇടപെടാൻ പറ്റില്ല. ആകെ ഇടപെടാൻ പറ്റുന്നത് സബ്സ്റ്റാൻറ്റീവ് പബ്ലിക് ഓഫീസ് ആയിരിക്കണം, പെർമനന്റ് നേച്ചറുള്ളതായിരിക്കണം, ക്രിയേറ്റഡ് ബൈ സ്റ്റാറ്റ്യൂട്ട് ആയിരിക്കണം. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഈ ഒരു കാര്യത്തിൽ പരാതി കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു അധികാര സ്ഥാനത്ത് ആരോ കയറി ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഒരു അധികാര സ്ഥാനത്തിൽ ആ വ്യക്തി കയറി ഇരിക്കണോണ്ട് പ്രശ്നം ഉണ്ടായ വ്യക്തിക്ക് മാത്രമല്ല, ചിലപ്പോൾ എനിക്ക് കിട്ടുന്ന നിയമനമായിരിക്കും അവൻ എടുത്തുകൊണ്ട് പോയിണ്ടാവുക. അപ്പോൾ എനിക്ക് മാത്രമല്ല, ആ ഒരു അധികാര സ്ഥാനത്തിലെത്തിയതിൻ്റെ പേരിൽ ആർക്ക് വേണമെങ്കിലും കേസ് കൊടുക്കാം. എനി ഇൻട്രസ്റ്റഡ് പേഴ്സൺ. ഇപ്പോൾ അവൻ ഒരു അധികാരം ഇല്ലാണ്ട് ഒരു യോഗ്യത ഇല്ലാണ്ട് അവിടെ കയറി ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഏത് വ്യക്തിക്ക് വേണമെങ്കിലും, ഇന്ത്യയിലത്തെ ഏത് പൗരന് വേണമെങ്കിലും കേസ് കൊടുക്കാം. അല്ലാതെ ആ ഒരു സ്ഥാനത്ത് കയറി ഇരുന്നുകൊണ്ട് പ്രശ്നം ഉണ്ടായവന് മാത്രമൊന്നും അല്ല. നോട്ട് ജസ്റ്റ് അഗ്രീവ്ഡ് പേഴ്സൺ, എനി ഇൻട്രസ്റ്റഡ് പേഴ്സൺ. ആരെങ്കിലും നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും വലിയൊരു അധികാര സ്ഥാനത്തിൽ യോഗ്യത ഇല്ലാണ്ട് കയറി ഇരിക്കുവാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കാം. നിങ്ങൾക്ക് അത് കാരണം ഒരു എഫക്റ്റ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെയും ഒരു പബ്ലിക് ഓഫീസിലോട്ടാണ് വരുന്നത്, അല്ലാതെ പ്രൈവറ്റ് ഇൻഡിവിജ്വലിനെതിരെയൊന്നും ഇവിടെ കേസ് കൊടുക്കാൻ പറ്റില്ല. നമ്മളുടെ പബ്ലിക് അതോറിറ്റീസിൻ്റെ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്ത് അനധികൃതമായി നിയമപരമല്ലാതെ ആരെങ്കിലും കയറിയിരിക്കാൻ ശ്രമിച്ചാൽ മാത്രമാണ് നമ്മൾ ഈ ക്യോ വാറന്റോ കൊണ്ടുവരിക. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്താ ഓർക്കണ്ടേ? ജാവോ ഇറങ്ങിപ്പോടാ, ആരോട് ചോദിച്ചിട്ട് നീ ഇവിടെ കയറി ഇരിക്കണം എന്നുള്ള സെറ്റപ്പാണ് ഓർക്കേണ്ടത്. അപ്പോൾ ക്യോ വാറന്റോ ബൈ വാട്ട് അതോറിറ്റി ഓർ വാറന്റ്. എന്താണ് ചെക്ക് ചെയ്യുക? ലീഗാലിറ്റി ഓഫ് ക്ലെയിം ഓഫ് പേഴ്സൺ ടു എ പബ്ലിക് ഓഫീസ്. ഏത് നിയമപ്രകാരമാണ്, പ്രോപ്പറായിട്ട് നിയമപ്രകാരമാണോ അവൻ കയറി ഇരിക്കുന്നത്? ഇതെന്തിനു വേണ്ടിയിട്ടാ? നിയമപ്രകാരമല്ലാതെ ആൾക്കാർ ഈ പബ്ലിക് ഓഫീസ് കൈയടക്കി വെച്ചോണ്ടിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യമുള്ളത്. ഇത് എവിടെയൊക്കെയാണ് നമുക്ക് ഈ ഒരു റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റുക? സബ്സ്റ്റാൻറ്റീവ് പബ്ലിക് ഓഫീസ് ആയിരിക്കണം,
പെർമനന്റ് നേച്ചർ ആയിരിക്കണം, അതുപോലെ തന്നെ ക്രിയേറ്റഡ് ബൈ സ്റ്റേറ്റ്യൂട്ട് ആയിരിക്കണം. മിനിസ്റ്റീരിയൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ഓഫീസിനെതിരൊന്നും നമുക്കിവിടെ കേസ് കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ആർക്ക് വേണമെങ്കിലും കേസ് കൊടുക്കാം. ആ ഒരു അധികാര സ്ഥാനത്ത് ആ ഒരു വ്യക്തി വന്നിരുന്നത് കൊണ്ട് പ്രശ്നം ഉണ്ടായവർക്ക് മാത്രമൊന്നുമല്ല, എനി ഇൻട്രസ്റ്റഡ് പേഴ്സൺ ക്യാൻ ഗീവ് കംപ്ലൈൻറ്റ്. അപ്പോൾ അത്രയാണ് നമ്മൾ റിട്ടുകൾ വരുന്നത്. നമ്മൾ 5 റിട്ടുകളാണ് പഠിച്ചത്. ആദ്യത്തെ റിട്ടിൻ്റെ പേരായിരുന്നു ഹേബിയസ് കോർപ്പസ്. പ്രൊഡ്യൂസ് ദ ബോഡി, ചെക്കനെ കൊണ്ടുപോവാ, നമ്മളുടെ മമ്മൂട്ടി ചെക്കനെ രക്ഷിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന പോലെ ചെക്കനെ കൊണ്ടുപോവാ എന്നുള്ളതാണ്. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെ വരെ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ പിന്നെ മാൻഡമസ്, ഞാനാടാ മാസ്, നീ എന്താ കാര്യം ചെയ്യാത്ത, ആ ഒരു കമാൻഡ് ചെയ്യണ പരിപാടിയാണ്. അവിടെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെ ഒന്നും കൊടുക്കാൻ പറ്റില്ല, നമ്മളുടെ പബ്ലിക് ഓഫീസിലുള്ളവർക്കൊക്കെ എതിരെ കൊടുക്കാൻ പറ്റും. അതിനുശേഷം പ്രൊഹിബിഷൻ, ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ ചെയ്യണ്ട എന്നാണ് അർത്ഥം. അങ്ങനെ ഇനാക്ടിവിറ്റീനെ പ്രൊമോട്ട് ചെയ്യുന്ന ആരോ അവരുടെ അധികാരം കടന്ന് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പാടില്ല എന്ന് പറയുന്ന പരിപാടിയാണ് പ്രൊഹിബിഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടു സെറിറ്റോറായി. അവിടെ എന്തുണ്ടായേ? ക്യൂറേറ്റീവാണ്. നിനക്ക് അധികാരമില്ല, എനിക്ക് നന്നേക്ക് ഞാൻ നോക്കിക്കോളാം എന്നുള്ളതാണ് സെറിറ്റോറായിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ക്യോ വാറൻറ്റോ. ക്യോ വാറൻറ്റോയില് ബൈ വാട്ട് അതോറിറ്റി ഓർ വാറൻറ്റ്, ജാവോ എന്ന് മാത്രം ഓർത്താൽ മതി. എന്ത് അധികാരത്തിലാണ് നീ അവിടെ കയറിയിരിക്കണേ, അതിൻ്റെ ലീഗാലിറ്റി ചെക്ക് ചെയ്യും. ലീഗൽ അല്ലെങ്കിൽ ഇറക്കി വിടും, അത്രേ ഉള്ളൂ. ഇവിടെയും പബ്ലിക് അതോറിറ്റീസിൻ്റെ ഓഫീസിലോട്ട്, പെർമനന്റ് നേച്ചർ ആയിട്ടുള്ള, സബ്സ്റ്റാൻറ്റീവ് ആയിട്ടുള്ള, ക്രിയേറ്റഡ് ബൈ സ്റ്റാറ്റ്യൂട്ട് ആയിട്ടുള്ള ഓഫീസുകളിലോട്ട് മാത്രമാണ് ഈ ഒരു റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റുക. അല്ലാതെ മിനിസ്റ്റീരിയൽ ഓഫീസിലോട്ടോ പ്രൈവറ്റ് ഓഫീസിലോട്ടോ ഈ ഒരു റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റില്ല. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എനി ഇൻട്രസ്റ്റഡ് പേഴ്സൺ ക്യാൻ ഗീവ് കംപ്ലൈൻറ്റ്. അല്ലാതെ എന്തെങ്കിലും പ്രശ്നം അക്കാരണം കൊണ്ട് ഉണ്ടായി എന്ന് മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ കേസ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നില്ല. അപ്പോൾ ഇത്രയാണ് നമ്മൾ റിട്ടുകളുള്ളത്. ഈ റിട്ടുകൾ നല്ലപോലെ റിവൈസ് ചെയ്ത് വയ്ക്കുക. ചോദ്യം വരാൻ വളരെയധികം ചാൻസ് ഉള്ളതാണ്, അത് ഏത് എക്സാമിനാണെങ്കിലും. ഇപ്പോൾ നമ്മളെ ഡിഗ്രി ലെവൽ പ്രിലിംസിനാണെങ്കിലും UPSC ആണെങ്കിലും LDC പോലുള്ള പരീക്ഷകൾക്കാണെങ്കിലും ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് പോലുള്ള പരീക്ഷകൾക്കാണെങ്കിലും എവിടെ പോയാലും നിങ്ങൾക്ക് ഈ ചോദ്യം വരാവുന്നതാണ്. ഈവൻ SSC പോലുള്ള പരീക്ഷകളിലാണെങ്കിലും റിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് നല്ലപോലെ റിവൈസ് ചെയ്ത് വയ്ക്കുക. 5 റിട്ടും എന്താണെന്നുള്ള അവബോധം എപ്പോഴും ഉണ്ടാക്കി വയ്ക്കുക. അതിനായിട്ട് ഈ പറഞ്ഞ റെഫറൻസുകൾ തലയിൽ വയ്ക്കുക. അപ്പോൾ ഇതെല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ.